ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റായ അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചേർക്കുന്നത് അവിലാണ്. ഇപ്പോൾ 1 ഗ്ലാസ് അവിൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു 3-4 മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കാൻ വേണ്ടി വെക്കാം. അവിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പച്ചരി ഒരു 3-4 മണിക്കൂർ, ഏറി വന്നാൽ ഒരു 5 മണിക്കൂർ കൊണ്ട് നമുക്ക് കുതിർത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർത്തെടുത്ത പച്ചരി ഇനി നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ മതി. അപ്പോൾ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരി കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പച്ചരി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 കയ്യിൽ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കപ്പ് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇത്രയും മാവ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവിലൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതും ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. അവിൽ ഇവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള അവിലൂടെ നമ്മൾ അരിമാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതാണ് നമ്മൾ കപ്പ് കാച്ചാൻ പോകുന്നത്. ഇത് കട്ട കൂടാതെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അപ്പത്തിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് രാവിലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഞാൻ രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാലപ്പൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഈ അപ്പത്തിന്.
അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തേങ്ങയോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക്